അമ്മേ അമ്മേ മോള് വിളിക്കുന്നു, ഞാൻ വിളിക്കാം. ഈ നിലവിളക്ക് കരിന്തിരി കത്തുന്നത് കാണാതെ അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു? നീ തറവാട്ടിൽ പോയിട്ട് ഇപ്പോഴല്ലേ വന്നത്? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ടായിരുന്നു. നീ ഒന്ന് പോയ എന്നെ പഠിപ്പിക്കാതെ. എന്തൊരു മഴ. മോളെ ചെറിയച്ഛന് തോർത്തെടുത്ത് കൊടുത്തേ. മോളെ ഈ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചേക്ക്. ഗിരിശിരിക്കും. എടുത്ത് ആ ഫോണും തന്നെ ബേസ് ക്യാമ്പിലേക്ക് വിളിച്ച് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാ. ഹലോ, അജയ് സാറിനൊന്ന് കണക്ട് ചെയ്യൂ. ഹലോ. ഹലോ സാർ. സാർ എനിക്ക് ലീവ് ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. വീട്ടിൽ കുറച്ച് അതെ സാർ. ഓക്കെ. ശരി സാർ, ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ സാർ. കുറെ നേരമായി ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. ആരാ ഏട്ടത്തി? ഇത് എൻ്റെ കൂടെ പഠിച്ച ഷാരിയാ. എന്നാ ശരി. പൂജ, എന്തു പറ്റി? ഇങ്ങനെ ഡെസ്പായാലോ? വാ വാന്ന്. നടക്കൂ. അയ്യോ, ഇപ്പോഴോ? എന്നാ ഫോൺ വെക്കട്ടെ. അമ്മേ, എന്താ മോളെ? പിള്ളേരെ പോലെ സെൽഫി എടുത്ത് കളിക്ക. ഞാനൊരു സെൽഫി എടുക്കട്ടെ, എന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണ്ടേ? എന്റെ അമ്മ അല്ലേലും സുന്ദരിയല്ലേ, അതിന് സെൽഫി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ മൊബൈലിൽ സെൽഫി എടുത്ത് ആസ്വദിക്കുന്നവരുടെ ചിത്രങ്ങളാ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ബിനുവിന്റെ അമ്മ ഇതുപോലെ ആർക്കോ സെൽഫി എടുത്ത് അയച്ചു കൊടുത്തതാ. അതിപ്പോ വേണ്ടാത്ത രീതിയിലാ പ്രചരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അമ്മ വന്നേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് മോളെ, പോയി കഴിക്കേ. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. പൂജ, ഈ വിഷയം ഗൗരവമുള്ളതാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു വേണം, പഴയതുപോലെ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പൂജ പറഞ്ഞതുപോലെ അമ്മയുടെ കൈപ്പുണ്യ അപാരം തന്നെ. താങ്ക്സ്. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കൊണ്ടിരിക്കുക. ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൂടെ? എത്ര നാളായി ടീച്ചറെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ദേ അമ്മേ, ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്നു. ഞാനിന്ന് മോട്ടർ ഓഫ് ചെയ്തിട്ട് വരാം. അയ്യോ, പൂജ, പൂജ. അയ്യോ, എന്തെങ്ങനെ മാറി? എന്താ അമ്മേ? എന്റെ ഫോൺ എങ്ങനെയാ മാറിയത്? നോക്കട്ടെ. അയ്യോ, ഇത് അനന്ത ടീച്ചറിന്റെ ഫോണാ. ഹലോ. ഹലോ. ടീച്ചർ, ഫോൺ മാറിയെടുത്തോ? അത് അമ്മയുടെ ഫോണാ.
ഇനിയൊരു കാര്യം ചെയ്യ്, അമ്മയുടെ കയ്യിന്ന് ഫോൺ കൊടുത്തേ. ആ അമ്മേ, ദേ അനന്ത ടീച്ചറാ, അമ്മയോട് സംസാരിക്കണമെന്ന്. ഹലോ. ഹലോ, എനിക്ക് പൂജയുടെ അമ്മയെ നേരിട്ട് കാണണമല്ലോ. ഓക്കെ. എപ്പോഴാ ഫ്രീ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? എന്താ എൻ്റെ ഗൗരിക്ക് പറ്റിയത്? നിനക്ക് ഞാനില്ലേ, വിഷമിക്കണ്ട. ഈ വീട്ടിൽ വന്നതിന് ശേഷം മനസമാനത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടുണ്ടോ? വാ, നമുക്ക് തറവാട്ടിലേക്ക് പോവാം. ആ ഇത്തവണ വിഷുവിനെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടണം. അപ്പൊ അടി ഉറപ്പായി. അല്ല, നമ്മുടെ ഗൗരിമോള് വരില്ലേ മാഷേ? പിന്നല്ലാതെ ആര് പോയി വിളിക്കും? നമ്മൾ പോയി വിളിക്കും. വേണ്ട, എൻ്റെ ഗൗരിയെ വിളിക്കാൻ ഞാൻ പോയിക്കോളാം. അത് വേണോ? പെണ്ണുങ്ങളുടെ മുമ്പിൽ നമ്മൾ അടിയറവ് പറയണോ? നീ പോള പട്ടാളക്കാരാ. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുത്തെന്ന് വെച്ച് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അഥവാ അവസാനിക്കുന്നെങ്കിൽ അവിടെ അവസാനിക്കട്ടെ. ഞാൻ പോയി കൊണ്ടുവരാം എൻ്റെ ഗൗരീനെ. ധൈര്യമായിട്ട് പോ. ഏട്ടാ, ഏട്ടാ അവിടെ നിൽക്ക. ദേ പുറയിന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. ആ കൈ ഒന്ന് ഇട്ടിക്ക. ഏ? ആ കൈ ഒന്ന് ഇട്ട്. ഭാര്യാകർഷണ ഭൈരവ യന്ത്രം ഞാൻ തന്നെ പൂജിച്ചാണ്.
ഓക്കെ ഗുഡ്. ഇത് കെട്ടിയാലുണ്ടല്ലോ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഏടത്തിയ മേട്ടനെ തേടി വരും. ഏ, ഇത് പെട്ടെന്ന് വന്നോ? ചുമ്മാ പറഞ്ഞ ശരിയായല്ലോ ഏട്ടാ. ആ. മോളെ വാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏട്ടാ, എല്ലാം ശരിയാവും. ശരിയായി. വാ. കേറി വാ, കേറി. അടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, വെള്ളം അടിക്കുമ്പോൾ മാത്രം ഇങ്ങനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. എന്തായി വീട് മാറുന്ന കാര്യം? നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ നിന്നല്ലേ? ഇവിടുത്തെ സന്തോഷവും സമാധാനവും കളഞ്ഞ് എന്തിനാ ഒരു വീട് മാറ്റം? ഒരു സന്തോഷം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ പഴഞ്ചൻ വീട്ടിലേക്ക് എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ? അകത്തേക്ക് കയറി ശ്വാസം മുട്ടും. ഞാൻ എന്തായാലും തീരുമാനിച്ചു. സേതുവേട്ട മറുത്തൊന്നും പറയണ്ട. പെട്ടെന്നൊരു വീട് മാറ്റം. ബാർ ലൈസൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബാങ്ക് ബാലൻസും. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എന്റെ പ്രോപ്പർട്ടി വിറ്റാ കുറച്ച് പൈസ കിട്ടൂലേ? അതുപോലെ എന്തായാലും വീട് മാറണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ, അപ്പൊ എല്ലാവരും പോവാണല്ലേ? ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ജീവിതത്തിൽ വഴിമാറിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നതിന്. ഇനി ഞങ്ങൾ ലഹരിയുടെ വഴിക്ക് പോവുകയില്ല. ഞങ്ങൾ ഇനി എന്നും ലഹരിക്കെതിരായിരിക്കും ഡോക്ടർ. നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ വലുതാണ്. സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് നിങ്ങൾ മാറണം. തീർച്ചയായും ഡോക്ടർ. താങ്ക്സ്. ശരി. ഓക്കെ. ശരി ഡോക്ടർ. ഓക്കെ. വാ, പോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് കണിയൊരുക്കിയിട്ട്. നമ്മുടെ ഓരോരോ സന്തോഷങ്ങളായി തിരിച്ചു വരിക. ഈ വീടും ഇവിടെ ഉള്ളവരും, നീയും ഞാനും നമ്മുടെ മക്കളും. ഇതിലും വലിയൊരു സന്തോഷം ഇനി വേറൊന്നുമില്ല. അയ്യോ, പൂജമോൾ ടീച്ചറെ കാണാനാന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വരുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറുന്നു പറഞ്ഞിരുന്നു. ചേട്ടനൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? സമയം ഒരുപാടായല്ലോ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇത്രനാളും റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടും ഇപ്പോഴും അമ്മയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്തൊക്കെ സംഭവിച്ചാലും നാളെ അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ അവൻ വരും അത്ര. ഈ വിഷു തറവാട്ടിലെല്ലാവരും മതി മറന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക.
ഏറ്റവും സന്തോഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്താ. അവൻ വരട്ടെ. നമുക്ക് നല്ലൊരു കണി തന്നെ ഒരുക്കണം ടീച്ചറെ. ചെല്ല്. എങ്ങനെയുണ്ട് ഞാനൊരുക്കിയ കണി? നിന്റെ മനസ്സിലുള്ള അരുതാത്ത ചിന്തകളൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ നിമിഷം നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇത് ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്.